ഹായ് നമസ്കാരം, ഞാൻ ആതിര. ഫ്രൈഡേ ഫെയിമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീ നന്ദു കർത്തയാണ്. സോ വെൽക്കം ടു ഫ്രൈഡേ ഫെയിം. താങ്ക് യു. സാജിദ മൊയ്തീൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു സിസ്റ്ററാണ് അത് എഴുതിയത്. മലയാളിയാണ് ആക്ച്വലി, പക്ഷെ തമിഴിലാണ് പാട്ട്. അബ്ദുൽ കലാമിൻ്റെ ഒരു ഒരു കുട്ടിക്കാലം കുറിച്ചൊക്കെയാണ് പെയ്ക്കരിമ്പ് എന്ന് പറയുന്ന സ്ഥലം, അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നല്ല തനി തങ്കം കൊണ്ട് ചന്തമുള്ള കല്ല് വച്ച് ഇന്ന് വരെ കണ്ടിട്ടില്ല മാല. മ്യൂസിക് ചെയ്ത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ രാം ശരത്താണ്. ശരത്തിനെ എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, എത്രയോ വർഷങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ബോധിയിൽ ബിജിയുടെ ഒപ്പം നമ്മുടെ ക്രൂവിലുള്ള ആളാണ്. പിന്നെ പാട്ട് എഴുതിയിട്ടുള്ളത് ഹരി നാരായണനാണ്. ഹരിയും വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ്. സാർ അറേഞ്ച് ചെയ്ത ഒരു ബിഗ് പ്രോജക്റ്റ് ആണല്ലോ ശൗര്യ എന്ന് പറയുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും, എനിക്ക് കേട്ടിട്ടുണ്ടല്ലേ. ശൗര്യ എൻ്റെ അടുത്ത് നമ്മുടെ ചേതനയിലത്തെ സൗണ്ട് എഞ്ചിനീയർ സജിയുണ്ട്. സജിയേട്ടനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ആര്യദത്ത പ്രിയദത്ത സിസ്റ്റേഴ്സ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് സ്ട്രിങ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ക്ലാസിക്കൽ മ്യൂസിക് പ്രോജക്റ്റാണ്, അതിനകത്ത് സ്ട്രിങ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. സജിയേട്ടൻ പറഞ്ഞതിന് പിന്നെ വേറെ ഒന്നും നോക്കിയ പോലും ഇല്ല, അവരോട് വിളിക്കാൻ പറഞ്ഞു. ആക്ച്വലി ആരെയും പ്രിയയും എൻ്റെ വളരെ ജൂനിയേഴ്സായിട്ട് ഞാൻ പഠിച്ച അതേ കോളേജിൽ തന്നെ പഠിച്ചതാണ്. പക്ഷേ എനിക്ക് അവരെ അതേ കോളേജിലെ അലുമിനിയാണ് ഞങ്ങൾ, പക്ഷേ അങ്ങനെ പരിചയം അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഒരു സ്വാതി തിരുനാൾ കൃതി സ്ട്രിങ് അറേഞ്ച് ചെയ്യണം, അവർ പാടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഏതാണെന്ന് പോലും ആദ്യം പറഞ്ഞിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ കാലങ്ങളോളം അത് ഡിസ്കസ് ചെയ്തു, ഏത് പാട്ട് വരുന്നതാണ്. ഈ ക്ലാസിക്കൽ കോമ്പോസിഷൻസ് ഹാർമണി അറേഞ്ച് ചെയ്യുന്ന എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ക്ലാസിക്കൽ മ്യൂസിക്കിനകത്ത് നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിന് പ്രത്യേകിച്ചും ഗമകങ്ങളുണ്ട്. അതാണ് രാഗങ്ങളുടെ ഒരു സ്വഭാവം കാണിക്കുന്നത്. പലപ്പോഴും രാഗങ്ങളുടെ സ്വരങ്ങളിൽ പിടിക്കുന്ന ഗമകങ്ങളാണ്. അപ്പം ഈ ഗമകങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ നമ്മൾ ഹാർമണി അറേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നോട്ടുകൾ തമ്മിൽ ക്ലാഷ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ടായിരിക്കണം ഈ കോമ്പോസിഷൻ ചൂസ് ചെയ്യുന്നത്, രാഗം ചൂസ് ചെയ്യുന്നതൊക്കെ. ഞങ്ങൾ ഒരു 7-8 പല കോമ്പോസിഷൻസ് മാറി മാറിയൊക്കെ അങ്ങനെ ആലോചിച്ച് നോക്കിയെങ്കിലും ആദ്യം തന്നെ ഞാൻ ഇൻസിസ്റ്റ് ചെയ്തത് ഇതാണ്, ഇത് നമുക്കൊരു ബാക്കപ്പായിട്ട് വയ്ക്കാം. ഇതിനൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് വെസ്റ്റേൺ മ്യൂസിക്കിലൊക്കെ ഉള്ള ഒരു രാഗമാണ്. അത് അങ്ങനെ പേരുള്ളൊരു മോഡുണ്ട് വെസ്റ്റേൺ മ്യൂസിക്കിൽ, ചാരുകേശി എന്ന് പറയുന്ന രാഗമാണ്. അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ രാഗം നമ്മളിപ്പോൾ ഗമകങ്ങളില്ലാതെ പ്ലെയിനായിട്ട് പാടിയാലും സരി ഗമ പദ നി സ എന്ന് പാടിയാലും രാഗഭാവം അതിനുണ്ട്. മറ്റു പല രാഗങ്ങളിലും ഇപ്പോൾ തോടിയൊക്കെ പോലുള്ള രാഗം സരി ഗമ പ എന്നൊക്കെ പാടുമ്പോഴാണ് ആ രാഗത്തിൻ്റെ ഭാവം വരുന്നത്. അപ്പോൾ ഇതിൽ ആ രാഗഭാവം നമ്മൾ പ്ലെയിനായിട്ട് വെസ്റ്റേൺ മ്യൂസിക്കിൽ വായിച്ചാൽ ആ രാഗത്തിൻ്റെ ഒരു 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 ഇമോഷൻ കട്ടാവില്ല. പിന്നെ അതുപോലെ സരി ഗമ പ വരെ വെസ്റ്റേണിൽ മേജർ സ്കെയിൽ പോലെയും പദ നി സ വെസ്റ്റേണിൽ മൈനർ സ്കെയിൽ പോലെയുമാണ്. അപ്പം നമുക്ക് ഏത് നോട്ടിൽ വേണമെങ്കിലും അത് നമുക്ക് കോഡിൽ ഹാർമണി സസ്റ്റെയിൻ ചെയ്ത് പിടിച്ചാലും ഈ രാഗഭാവം പോവില്ല. അപ്പോൾ
അതുകൊണ്ട് ഞാൻ കുറച്ച് ഇൻസിസ്റ്റ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും പക്ഷെ അവരുടെ ചോയ്സ് തന്നെയാണ്. ഇതൊരു ബാക്കപ്പായിട്ട് വെച്ചിട്ട് വേറെ കുറേ നല്ല കൃതികൾ വേറെ പലതൊക്കെ നമ്മൾ നോക്കി. നല്ല എനിക്കിഷ്ടപ്പെട്ട ചിലതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ജാവളിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അവസാനം ഇതിലേക്ക് എത്തി. അപ്പോൾ അതിനകത്ത് അങ്ങനെ ചെയ്യാൻ പറ്റി. പിന്നെ അത് എൻ്റെ ഒരു ആഗ്രഹം എപ്പോഴും ഏത് പ്രൊജക്റ്റ് ചെയ്താലും, ഒരു പ്രൊജക്റ്റ് തുടങ്ങി അത് ആ പ്രൊജക്റ്റ് അവസാനിക്കുമ്പോഴേക്കും നമ്മളൊരു ഒരു ഒരു ആസ് ആൻ ആർട്ടിസ്റ്റ് നമ്മളൊരു എവല്യൂഷനിലൂടെ കടന്നു പോയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാ പ്രൊജക്റ്റിനും അത് പറ്റണം എന്നില്ല, എന്നാലും അപ്പോൾ ഇതൊരു തുടങ്ങുമ്പോൾ ഉള്ള ഞാനും ഈ പ്രൊജക്റ്റ് കഴിയുമ്പോൾ ഉള്ള ഞാനും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അത്രയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. ഈ അറേഞ്ച്മെൻറ്റ് ഇത്രയും പേർക്ക് എഴുതി കൊടുക്കാനുള്ള നൊട്ടേഷൻസൊക്കെ ഞാൻ ഏതാണ്ട് ഒരു 2000 ഗ്രേഡ് 5 എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അന്ന് പൂട്ടി വെച്ചിരുന്ന അതാണ് നൊട്ടേഷനൊന്നും പിന്നെ അധികം കൊടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഫുൾ എല്ലാ ഇൻസ്ട്രുമെൻസിനും ഓരോ ഡിഫറെൻറ്റ് മറ്റേ ക്ലഫിലൊക്കെ ഉള്ള നൊട്ടേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് അതൊക്കെ ഒന്ന് എനിക്ക് തന്നെ ഒന്ന് പഠിച്ചെടുക്കാനുള്ള ഒരു അവസരമായിട്ടും കൂടി ഞാനിതിനെ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറേ ദിവസത്തെ ഒരു പ്രോസസ്സായിരുന്നു. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൽ അത് ചെയ്യാൻ കഴിയുമായിരുന്നു. അത് പക്ഷേ ഞാനത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ പഠിക്കാനും കൂടി ഉണ്ടായൊരു പ്രൊജക്റ്റായി ഞാനതിനെ കാണും. അപ്പോൾ എന്നെ ഈ കൃതി ഞാൻ പഠിച്ച കൃതിയാണ്. BA മ്യൂസിക്കിൽ ഡോക്ടർ മാലിനി ഹരിഹരൻ ഞങ്ങൾ പഠിപ്പിച്ച കൃതിയാണ്. അപ്പോൾ എനിക്കതിനൊരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് പ്രയോഗിക്കാൻ പറ്റി. ഇവർക്കത് ഇഷ്ടപ്പെട്ടു. അതങ്ങനെ ഞങ്ങൾ ഒന്നിച്ചത് അതേ ഒരു മോക്കപ്പ് ഉണ്ടാക്കി, കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ടാക്കി. പിന്നെ ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന പരിപാടി നമ്മുടെ കൊച്ചിൻ സ്ട്രിങ്സിനെ കൊണ്ട് ഇത് വായിപ്പിച്ചെടുക്കലായിരുന്നു. കാരണം അവർ സെഷൻ ആർട്ടിസ്റ്റുകളാണ്. മറ്റേ സിംഫണി പോലെ അങ്ങനെ ചെയ്യുന്നവരല്ല. ഒരു സെഷൻ അവർ പ്ലേ ചെയ്യുന്നത് കുറച്ചുകൂടി ഈസിയറാണ്. അതിൻ്റെ മെത്തേഡ്സൊക്കെ ഡിഫറെൻ്റ് ആണ്. കൺസേർട്ട് ചെയ്യുന്നവരുണ്ട് അതിനകത്ത്, എന്നാലും മോസ്റ്റ്ലി എല്ലാവരും സെഷൻ പ്ലേയേഴ്സാണ്. അപ്പോൾ അവരുടെ അവൈലബിലിറ്റിയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇത് ഫുൾ റൺ ത്രൂ നമ്മളെല്ലാ ഇൻസ്ട്രുമെൻസും 10 ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ മേ ബി ഒരു 5-10 ദിവസം അവർ റിഹേഴ്സ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ബൈ ഹാർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ അത്രയും സമയവും അതിനുള്ള ബഡ്ജറ്റും നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളിത് റെക്കോർഡ് ചെയ്തിട്ട് തന്നെയാണ് അത് ചെയ്തത്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്തു, വയലിൻസ് റെക്കോർഡ് ചെയ്തു, വിയോളാസ് റെക്കോർഡ് ചെയ്തു, ചെല്ലോ റെക്കോർഡ് ചെയ്തു, ഡബിൾ ബേസ് ആയിട്ട് റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഡബിൾ ബേസ് നമ്മൾ കീബോർഡിൻ്റെ സപ്പോർട്ട് കൂടി വച്ചിട്ടുണ്ട്. നമുക്കതിന് ഇവിടെ പരിമിതികളുണ്ട് കൊച്ചിയിൽ. ഇപ്പോൾ ഒക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ, പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടി പ്രൊഡക്ഷൻ കൂടി ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് എൻ്റെ കീബോർഡിൻ്റെ ടോണുകളും അതിനകത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ അല്ലാതെ ഇങ്ങനെ ഇത് സൗണ്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് എല്ലാവരും ഒന്നിച്ച് ചേർന്ന് വായിച്ച് അതിനെ മൈക്ക് ചെയ്ത് ക്യാപ്ചർ ചെയ്യുന്നതും സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തെടുക്കുന്നതും തമ്മിൽ അതിനകത്ത് ഓഡിബിൾ ഡിഫറൻസസ് ഉണ്ട്. നമ്മുടെ പരിമിതികൾ കൊണ്ട് നമ്മളത് സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ അത് ഒന്നിച്ച് ഒരുപോലെ ആക്കുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഞാനും ബാക്കി മിക്സിൽ സജ്ജീകരണം കൂടി ചേർന്നാണ് ഇപ്പോൾ കേൾക്കുന്ന ഒരു ഭംഗിയിലേക്ക് ആക്കി എടുത്തത്. അപ്പോൾ അതൊരു നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഭയങ്കര ഒരു കണ്ടെയ്ൻമെൻറ്റ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ തന്നിട്ടുള്ള ഇതിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞ ദിവസമൊക്കെ അങ്ങനെ ഒരു ചെറിയൊരു കണ്ടെയ്ൻമെൻ്റ് ഒക്കെ കിട്ടിയൊരു ദിവസമായിരുന്നു. കുശലം കുരുവിന്ദ നിപദന്ത കുരുമേ കുശലം കുരുവിന്ദ നിപദന്ത. പിന്നെ അതിൽ ഇംപ്ലിമെൻ്റ് ചെയ്തൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർക്കഷൻ ഇൻസ്ട്രുമെൻ്റ് പോലും ഇല്ലാതെ അതിൻ്റെ ഒരു ഗ്രൂവ് എങ്ങനെ നിലനിർത്താം എന്നുള്ളത് ഒരു പരിപാടിയായിട്ട് അതിനകത്ത് ആലോചിച്ചിരുന്നു. അത് മെയിനായിട്ട് ആലോചിച്ചൊരു കാര്യം അതാണ്. ആകെ നമുക്ക് സ്ട്രിങ് ഫാമിലി മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഗ്രൂവ് ഉണ്ടാക്കാം. മിശ്ര ചാപ്പ് എന്ന് പറയുന്ന താളം, വെസ്റ്റേണിൽ 7/8 എന്ന് പറയുന്ന താളം. ഈ താളത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, താളമാണ് സാധാരണ ഓഡിയൻസിന് കേൾക്കുമ്പോൾ നമ്മൾ തലയാട്ടാൻ തോന്നുന്ന ഒരു പരിപാടി എല്ലാ പാട്ടിലും ഉണ്ടായിരിക്കണം, എല്ലാ മ്യൂസിക്കിലും ഉണ്ടായിരിക്കുമ്പോഴാണ് അതിനകത്തൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കൂടുന്നത്, പ്രത്യേകിച്ച് ഇത്തരം ഒരു പ്രൊജക്റ്റിനകത്ത്. അപ്പോൾ ഞാൻ ചെയ്യാൻ ശ്രമിച്ചത്, ഞാൻ എൻ്റെ കോളേജിൽ ഞാൻ പഠിച്ച BA മ്യൂസിക് MA മ്യൂസിക് ഒക്കെയാണ്. അപ്പോൾ എൻ്റെ സബ് മൃദംഗമായിരുന്നു. അപ്പം മൃദംഗത്തിൻ്റെ ഒരു ഇടന്തല പോലെ ഏറെക്കുറെയൊക്കെ പോലെ നമ്മുടെ ബേസ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഡബിൾ ബേസും ചെല്ലോയും പോലുള്ള ഉപകരണങ്ങൾ അതിൻ്റെ പാറ്റേൺ വെക്കുകയും
മൃദംഗത്തിൻ്റെ ഒരു വലന്തല പോലെ. പൂർണ്ണമായിട്ടൊന്നുമല്ല, മൃദംഗം വായിക്കുന്ന അത്രയും വേഗത്തിലൊന്നും നമുക്ക് ഇതിനകത്ത് നടകൾ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ വയലിൻ, വിയോള പോലെയുള്ള ഇൻസ്ട്രുമെൻസും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം കുറച്ചൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന കാര്യം ആലോചിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി ഒരു പെർക്കഷൻ വായിക്കുന്ന ഒരാൾ ഈ പാട്ട് കേട്ടിട്ട് ഒരു താളം പോലും ഇല്ലല്ലോ, എങ്ങനെയാണ് ഇതിൽ ഒരു താളവാദ്യം പോലും ഇല്ലാതെ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് എന്നോട് ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് എനിക്ക് അതിനകത്ത് കിട്ടിയ ഏറ്റവും വലിയൊരു അപ്രീസിയേഷൻ. നന്ദു കർത്തയുടെ സംഗീത വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ ബൈ.